എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഓൺലൈൻ ക്ലാസ് റൂം ഡിസ്കസ് ചെയ്യുന്നത് നാളെ മുതൽ +2 സേ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ സേ എക്സാമിനേഷന് തയ്യാറെടുപ്പുകൾ നടത്തുന്ന കുറേ വിദ്യാർത്ഥികളുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇന്ന് നമ്മൾ മൈക്രോ എക്കണോമിക്സിലെ നമുക്കറിയാം 26-ാം തീയതിയാണ് ഉച്ചയ്ക്ക് ശേഷം +2 എക്കണോമിക്സിന്റെ സേ എക്സാം നടക്കുന്നത്. അപ്പം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നിങ്ങൾ നടത്തുന്നുണ്ടാവുക. അപ്പോൾ അതിൽ വളരെ പ്രധാനമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിൽ മൈക്രോയിലെ ഒന്നാമത്തെ ചാപ്റ്റർ എടുക്കുക. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് അവിടുത്തെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം അല്ലെ. ഒരു ഇക്കോണമിയിലെ ബേസിക് ഇക്കണോമിക് പ്രോബ്ലം, സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നം. അപ്പൊ അവിടെ നമുക്കറിയാം എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. 3 ബേസിക് ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് അതിന് ആൻസർ ആവും. യുദ്ധോപകരണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് വേണോ, ഭക്ഷ്യവസ്തുക്കൾ വേണോ, അങ്ങനെ പറയുന്ന കാര്യങ്ങൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതിന്റെ ആൻസർ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് പറയുന്നത്. ലേബർ ഇന്റൻസീവ് ടെക്നിക്സും ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്സും. ഇപ്പൊ തൊഴിൽ തീവ്ര രീതി എന്ന് പറയുമ്പോൾ കൂടുതൽ തൊഴിലാളികളെ ഉപയോഗിച്ചിട്ട് മൂലധനം കുറവാണ്, അവിടെ മെഷീൻസ് ഒക്കെ കുറവായിരിക്കും, ആ ഒരു രീതിയാണ്. മറ്റൊന്ന് മൂലധന തീവ്ര ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് പറയുന്നത് ഇതിൽ കൂടുതലും മെഷീൻസും അങ്ങനെ പറയുന്ന ടൂൾസും ഒക്കെ ഉപയോഗിക്കുന്നു, തൊഴിലാളികളുടെ എണ്ണം കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെ 2 രീതികളാണ്. ഇത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതിനെ ആൻസർ ചെയ്യുമ്പോൾ ഈ 2 രീതികൾ ഒരു രാജ്യത്തിന് മുന്നിൽ കയറി വരും. അതുപോലെ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഇത് വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ്. ഡിസ്ട്രിബ്യൂഷൻ, ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ട്. അപ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഴ്സ്, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിൽ അതിന്റെ റെമ്യൂണറേഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, സെൻട്രൽ പ്രോബ്ലം ഓഫ് ഇക്കോണമി, ഒരു സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നം, കേന്ദ്ര പ്രശ്നത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും അതിനെക്കുറിച്ചും ചെറിയ രീതിയിൽ നിങ്ങൾ അവിടെ എഴുതി വെക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു ഭാഗം അതാണ്. മറ്റൊന്ന് സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ സംഘടനകൾ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻസ്. അവിടെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, മിക്സഡ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് ഇക്കോണമി, അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് ആണ് അവിടെ വേണ്ടത് അല്ലെ. പ്ലാനിങ് സമ്പദ് വ്യവസ്ഥ, പ്ലാൻഡ് ഇക്കോണമി, പ്ലാനിങ് ഇക്കോണമി, സെൻട്രലൈസ്ഡ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്നൊക്കെ അതിനെ പറയാം. ഇത് പൊതുമേഖലയാണ് ഇവിടെയുള്ള പ്രവർത്തിക്കുന്നത്, ജനങ്ങളുടെ ക്ഷേമമാണ് ലക്ഷ്യമാക്കുന്നത്, അതിന്റെ ഉൽപാദനം, ഉപഭോഗം, കൈമാറ്റം എന്നീ സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. അതുപോലെ എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി എന്നൊക്കെ തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ആയിരിക്കും. അതൊക്കെയാണ് അവിടെ പ്ലാനിങ് സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ ഫീച്ചേഴ്സ്. പിന്നെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്കോണമി, കമ്പോള സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇത് മുതലാളിത്തവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് പറയുന്നത്. സ്വകാര്യ വ്യക്തികളാണ് തീരുമാനിക്കുക, ലാഭമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. വില നിശ്ചയിക്കുന്നത് പ്രൈസ് മെക്കാനിസം, വില യാന്ത്രികത്വം എന്ന് പറയുന്നതാണ്. ഡിമാൻഡ് സപ്ലൈ ആണ് പ്രൈസ് മെക്കാനിസം എന്നുള്ളത് കൊണ്ട് മാർക്കറ്റ് ഫോഴ്സസ് ആണ് ഡിമാൻഡ് സപ്ലൈയും, അതാണ് വില നിശ്ചയിക്കുന്നത്. അതുപോലെ കമ്പോളം ആണ് തീരുമാനിക്കുന്നത് എന്ത്, എങ്ങനെ, എത്ര കണ്ട് എന്നുള്ളതൊക്കെ ഉൽപാദനം, അല്ലാതെ അവിടെ ഗവൺമെന്റിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അതുപോലെ മിക്സഡ് ഇക്കോണമി, ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇപ്പൊ പ്ലാനിങ് സമ്പദ് വ്യവസ്ഥയും അതുപോലെ കമ്പോള സമ്പദ് വ്യവസ്ഥയും ചേർന്നിട്ടുള്ളതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരാം. പിന്നെ ആ ഒരു ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്ന ഉൽപാദന സാധ്യതാ വക്രം എന്ന് പറയുന്നത് എന്താണെന്നും അതിനെ ചിലപ്പോൾ വരക്കാനോ അല്ലെങ്കിൽ വരച്ചതിനകത്ത് അത് പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഒരു രാജ്യത്ത് ലഭ്യമായ നിശ്ചിത വിഭവങ്ങൾ കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ വിവിധ അളവുകൾ കൂട്ടിച്ചേർത്ത് വരക്കുന്നതാണ് ഉൽപാദന സാധ്യതാ വക്രം. അപ്പൊ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എക്സോ വൈയോ അല്ലെങ്കിൽ വീറ്റ് റൈസ് അല്ലെങ്കിൽ വീറ്റ് ഗണ്ണ് അങ്ങനെ പറഞ്ഞ 2 വസ്തുക്കളാവാം. അവിടെ സാങ്കല്പികമായിട്ട് എടുക്കുകയാണ്. ഒന്ന് കൂടുതൽ അളവിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ മറ്റൊന്ന് കുറയ്ക്കേണ്ടി വരും. അപ്പൊ ഒരെണ്ണം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് മറ്റൊരു വസ്തുവിന്റെ ഉൽപ്പാദനം കുറയ്ക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ പറഞ്ഞ് അതിനെ നിങ്ങൾ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്ന വക്രം അത് വരച്ചു പഠിക്കണം. അത് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കയറി വരുന്നതാണ്. അപ്പൊ അതിനകത്ത് പോയിന്റുകളൊക്കെ തന്നിട്ട് പോസിബിലിറ്റി, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് മുകളിലുള്ള പോയിന്റുകൾ ഫുള്ളർ യൂട്ടിലൈസേഷൻ ആണ്, അതിനകത്തുള്ളത് അണ്ടർ യൂട്ടിലൈസേഷൻ ആണ്, അതിന് പുറത്ത് കിടക്കുന്നതിന്റെ ഗ്രോത്ത് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ വരാം.
ഇനി ഇതുമായി കണക്ട് ചെയ്ത ആ ചാപ്റ്ററിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഉൽപാദന അവസര ചെലവ് എന്ന് പറയുന്നത് ഒരു അവസരം നേടാൻ വേണ്ടി നഷ്ടപ്പെടുത്തി കളയുന്ന മറ്റൊരു അവസരത്തിന്റെ വിലയാണ് അവസര ചെലവ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് വാങ്ങുന്നതിന് വൈ നമ്മൾ മാറ്റി വെക്കുമ്പോൾ എക്സിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് മാറ്റിവെച്ച വൈ ആണ് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്രയാണ്. അതുപോലെ ആ ഒരു ചാപ്റ്ററിൽ തന്നെ മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രതീക്ഷിക്കണം. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അതുപോലെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്. മൈക്രോസ് എന്ന വാക്കിൽ നിന്നാണ് ഈ മൈക്രോ എക്കണോമിക്സ് വരുന്നത്. ചെറുത് എന്നാണ് അർത്ഥം. വില, അതുപോലെ പ്രൈസ്, മാർക്കറ്റ്, അങ്ങനെ പറയുന്ന ഡിമാൻഡ്, അങ്ങനെ പറയുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതൊക്കെയാണ്, ഒറ്റ യൂണിറ്റുകളൊക്കെയാണ് ഇവിടെ പഠനം നടത്തുന്നത്. മാക്രോ എന്ന് പറയുന്നത് മാക്രോസ് എന്ന വാക്കിൽ നിന്നാണ്, ഇത് വലുത് എന്നാണ് അർത്ഥം വരുന്നത് അല്ലെ. വരുമാനം, അതുപോലെ നാഷണൽ ഇൻകം, നാഷണൽ സേവിങ്സ്, അങ്ങനെ പറയുന്നതൊക്കെയാണ് അവിടെ അത് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഗവൺമെന്റിന്റെ പ്രവർത്തനം, പൊതുവില നിലവാരം, പണനയം, ദേശീയ വരുമാനം, ഇതൊക്കെ മാക്രോയിൽ വരുമ്പോൾ മൈക്രോയിൽ ഒരു സാധനത്തിന്റെ വില, ഒരു വ്യക്തിയുടെ ഉപഭോഗം, ഒരു വസ്തുവിന്റെ ഡിമാൻഡ്, അങ്ങനെ പറയുന്നതൊക്കെയാണ് ഇവിടെ. ആഡം സ്മിത്ത്, JBC പോലത്തതാണ് മൈക്രോയിൽ പ്രധാനമായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര്. മാക്രോയിലേക്ക് വരുമ്പോൾ അവിടെ കെയ്ൻസും അങ്ങനെ പറയുന്നതൊക്കെ, കെയ്ൻസിന് ആ ഒരു ശേഷമാണ് അവിടെ മാക്രോ എന്ന് പറയുന്നത് കൂടുതൽ പ്രചാരം ലഭിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ അതൊരു ഇൻട്രോഡക്ടറി ടു മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ ഇതൊക്കെയാണ്. ഇനി വളരെ വെയിറ്റേജ് ഉള്ള മറ്റൊരു ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്റർ അല്ലെ, ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. അവിടെ കുറെ കൺസെപ്റ്റുകൾ നമുക്ക് അറിയണം. ഉപയുക്തത, യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു സാധനത്തിന്റെ കഴിവിനെയാണ് ഉപയുക്തത എന്ന് പറയുന്നത്. വൺ സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമോഡിറ്റി, ദാറ്റ് മീൻസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അവിടെ കാർഡിനൽ യൂട്ടിലിറ്റി നിയമവും അതുപോലെ ഓർഡിനൽ യൂട്ടിലിറ്റി നിയമവും ആണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കാർഡിനൽ യൂട്ടിലിറ്റി നിയമം എന്ന് പറയുന്നത് എന്താണ്? ആൽഫ്രഡ് മാർഷൽ ആണ് അത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാർഡിനൽ യൂട്ടിലിറ്റി നിയമം ഉപയുക്തത അളന്ന് തിട്ടപ്പെടുത്താമെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ മൊത്തം ഉപയുക്തത, മാർജിനൽ, സീമാന്ത ഉപയുക്തത, ആവറേജ്, ശരാശരി ഉപയുക്തത എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. ഒരു വസ്തു ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്ന് മൊത്തം കിട്ടുന്ന സംതൃപ്തി 10 യൂണിറ്റ് എന്നങ്ങനെ അളക്കാൻ പറ്റുമെന്നാണ് കാർഡിനൽ യൂട്ടിലിറ്റി കൺസെപ്റ്റ് പറയുന്നത്. അപ്പൊ അത് തുടർച്ചയായിട്ട് അത് രണ്ടാമത്തത് കഴിക്കുമ്പോൾ 2ൽ നിന്നും കൂടിയായിട്ട് 18 മൊത്തം, അല്ലെ 3 എണ്ണം കഴിക്കുമ്പോൾ 24 എന്ന് പറയുമ്പോൾ മൊത്തം എങ്ങനെ കിട്ടുന്നു? ഓരോന്ന് അധികമായിട്ട് വരുമ്പോൾ അപ്പൊ അധികമായിട്ട് ലഭിക്കുന്നത് എങ്ങനെയാണ്? അത് മാർജിനൽ യൂട്ടിലിറ്റി. അങ്ങനെയുള്ള കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് അവിടെ ടെക്സ്റ്റിൽ കാണാം. അതുപോലെ കാർഡിനൽ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട ആൽഫ്രഡ് മാർഷൽ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, അപജയ സീമാന്ത ഉപയുക്തത സിദ്ധാന്തം എന്ന് പറയുന്നത് അല്ലെ. അതായത് ഒരു സാധനം കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതിനോടുള്ള താല്പര്യം കുറഞ്ഞു വരും എന്നതാണ് ഈ നിയമം. ഒരു വസ്തു കൂടുതൽ ഉപയോഗിച്ചാൽ സീമാന്ത ഉപയുക്തത കുറഞ്ഞു വരുന്നു. നമുക്ക് വളരെ താല്പര്യമുള്ള ഒരു വസ്തു ആദ്യം അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉടനെ തന്നെ അതിന്റെ അടുത്തൊരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ രണ്ടാമത്തിൽ നിന്നില്ല, മൂന്നാമത്തിൽ നിന്നില്ല. അതിങ്ങനെ ഒരു അളവ് കഴിയുമ്പോഴേക്കും നമുക്ക് 0 ആകും. തുടർച്ചയായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അവിടെ ആൽഫ്രഡ് മാർഷൽ ഒരു ഓറഞ്ചും ഒരു ഓറഞ്ചിൽ നിന്ന് ആദ്യത്തെ സ്ലൈസ് എടുത്ത് കഴിക്കുന്നു, രണ്ടാമത്തത്, മൂന്നാമത്തത്, അങ്ങനെ ആകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ കുറഞ്ഞു വരും, ഡിമിനിഷ് ചെയ്യും. അതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന തിയറി പറയുന്നത്. അതിന്റെ ഡയഗ്രാംസും ഒക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഓർഡിനൽ ഉപയുക്തത നിയമം, ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഉപയുക്തത സംഖ്യാപരമായി അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് ഈ നിയമം. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് നമുക്ക് ഓർഡർ ചെയ്യാം, സ്ഥാനങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറയാം. അല്ലാതെ ഇത് കഴിച്ചപ്പോൾ 10 യൂണിറ്റ് സാറ്റിസ്ഫാക്ഷൻ, 20 യൂണിറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതിന് പകരം 2 എണ്ണം കഴിച്ചപ്പോൾ ഏതിൽ നിന്നാണ് കൂടുതൽ കിട്ടിയത്, അപ്പൊ ഫസ്റ്റ്, സെക്കൻഡ്, അങ്ങനെ ഓർഡർ ചെയ്യാം എന്ന് പറയുന്നതാണ് ഓർഡിനൽ ഉപയുക്തത സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി ആ ചാപ്റ്ററിൽ പ്രധാനമാണ് ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗതാ വക്രം എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് കർവ്, ഇൻഡിഫറൻസ് വക്രം, നിസ്സംഗതാ വക്രം എന്ന് പറയുന്നത് ഉപഭോക്താവ് വാങ്ങുന്ന 2 സാധനങ്ങളുടെ വിവിധ ബണ്ടിലുകൾ ഒരേ സംതൃപ്തിയാണ് നൽകുന്നതെങ്കിൽ ഇത് ഇൻഡിഫറൻസ് വക്രമാണ്. അപ്പൊ അതിന്റെ ഒരു ഡയഗ്രം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ബണ്ടിലിനോട് ഉപഭോക്താവ് പ്രത്യേക താല്പര്യം ഉണ്ടാവുകയില്ല. ഏത് വേണമെങ്കിൽ അതില് മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത് ABCDE 2 വസ്തുക്കളുടെ 3, 4, 5 കോമ്പിനേഷൻസ് ആണ്. ഓരോന്നിൽ നിന്നും ലഭിക്കുന്നത് മൊത്തം സാറ്റിസ്ഫാക്ഷൻ തുല്യമായിരിക്കെ അതിൽ നിന്ന് അതാണ് ഇൻഡിഫറന്റ് ആവുക എന്നുള്ളത്
അവിടെ പറയുന്നത്. അതൊരു കോൺവെക്സ് ടു ഒറിജിൻ ആയിരിക്കും അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഒന്നിലധികം ഇൻഡിഫറൻസ് കർവുകൾ കയറി വരുമ്പോൾ അതിനെ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയും. ഇൻഡിഫറൻസ് വക്രത്തിന്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ക്വസ്റ്റ്യനിൽ കയറി വരും. ഇടത് മുകളിൽ നിന്ന് താഴേക്ക് ചെരിഞ്ഞു വരുന്നു. മുകളിൽ ഐസി വക്രം കൂടുതൽ സംതൃപ്തി നൽകുന്നു. കോൺവെക്സ് ആകൃതിയിലുള്ളതാണ്. അതായത് ഒരു ഇൻഡിഫറൻസ് കർവിന്റെ മുകളിലാണ് അടുത്ത ഇൻഡിഫറൻസ് കർവ് വരുമെങ്കിൽ അതിലാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ. അതിന് മുകളിലേക്ക് വരുമ്പോൾ അതിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ, അതിന് കൂടുതൽ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത്. കോൺവെക്സ് ആകൃതിയിലാണ്, പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. ഇതൊക്കെയാണ് ഇതിന്റെ ഇൻഡിഫറൻസ് വക്രത്തിന്റെ പ്രത്യേകതകളായിട്ട് പറയുന്നത്. ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു പോകുന്നത് ഈ എക്സാമിന് വേണ്ടി തയ്യാറാവുന്നവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ബഡ്ജറ്റ് സെറ്റ്, ബഡ്ജറ്റ് ലൈന്, ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ്, പരിമിതികൾ, അതൊക്കെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ കാൽക്കുലേഷൻസ് ഒക്കെ ആയിട്ട് വരുന്നതാണ് ബഡ്ജറ്റ് ലൈനിലെ മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്? വരുമാനം മാറിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് ലൈന് വലതുവശത്തേക്ക് മാറുന്നതും വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ഇടതുവശത്തേക്ക് വരുന്നതും ഒക്കെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതിലെ ആ ഒരു ചാപ്റ്ററിൽ മറ്റൊരു കുറച്ചൊക്കെ വലിയ മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഒപ്റ്റിമൽ ചോയ്സ്, ഉപഭോക്താവിന്റെ പരമാവധി സംതൃപ്തി എന്ന് പറയുന്നത്. ഉപഭോക്താവിന് എപ്പോഴാണ് പരമാവധി സംതൃപ്തി ലഭിക്കുക എന്നുള്ളതാണ്. ഇൻഡിഫറൻസ് വക്രവും ബഡ്ജറ്റ് ലൈനും തുല്യമാകുന്ന ബിന്ദുവാണ് സന്തുലിതാവസ്ഥ. ഇവിടെ ബഡ്ജറ്റ് ലൈനിന്റെ ചായ്വും ഇൻഡിഫറൻസ് വക്രത്തിന്റെ ചായ്വും തുല്യമായിരിക്കും. ബഡ്ജറ്റ് ലൈൻ വരുമാനത്തെയും ഇൻഡിഫറൻസ് വക്രം സംതൃപ്തിയെയും സൂചിപ്പിക്കുന്നു. അപ്പൊ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും തുല്യമായി വരുന്നവർക്കാണ് ഈക്വിലിബ്രിയം, സമതുലിതാവസ്ഥ എന്ന് പറയും. ഒരാളുടെ വരുമാനം അത് ചെലവ് ചെയ്തുകൊണ്ട് അദ്ദേഹം വാങ്ങിക്കുന്ന രണ്ട് വസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിയും തുല്യമായി വന്നു കഴിഞ്ഞാൽ, അപ്പൊ 100 രൂപ വരുമാനമുണ്ട്, അത് വെച്ചുകൊണ്ട് രണ്ട് വസ്തു വാങ്ങിക്കുന്നു, അതിൽ നിന്ന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ 100 രൂപക്ക് തുല്യമായിട്ട്. അപ്പൊ അവിടെ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും കൂടി തുല്യമായി വരുമ്പോൾ അവിടെയാണ്, അതിനെയാണ് പറയുന്നത് ഉപഭോക്താവിന്റെ പരമാവധി സംതൃപ്തി അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നമ്മൾ വളരെ ലളിതമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. പിന്നെ അവിടെ ഡിമാൻഡ് എന്താണെന്നുള്ളത്, അല്ലെ, ഒരു സാധനത്തിന് വില കൊടുക്കാനുള്ള കഴിവ്, സന്നദ്ധത എന്നിവയുടെ പശ്ചാത്തലത്തിൽ പിൻബലത്തിൽ കൂടിയ ആഗ്രഹത്തെയാണ് ചോദന എന്ന് പറയുന്നത്. ഡിമാൻഡ് ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിംഗ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ എന്ന് പറയുന്നത്. ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? സാധനത്തിന്റെ വിലയുണ്ട്, വരുമാനമുണ്ട്, മറ്റു സാധനങ്ങളുടെ വിലയുണ്ട്. മറ്റു സാധനങ്ങളുടെ വില എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വേണമെങ്കിൽ പ്രതിസ്ഥാപന വസ്തുക്കളാവാം, അനുകൂലക വസ്തുക്കളും ആയിരിക്കാം, സബ്സ്റ്റിറ്റ്യൂഷൻ ഗുഡ്സും ആവാം, കോംപ്ലിമെന്ററി ഗുഡ്സും ഒക്കെ ആവാം. അതുപോലെ പരസ്യം, കാലാവസ്ഥ, ഫാഷൻ, അഭിരുചി, ഇതൊക്കെ ഡിറ്റർമിനിങ് ഫാക്ടേഴ്സ് ഓഫ് ഡിമാൻഡ് ആണ്, ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. ചോദന ധർമ്മം എന്ന് പറയുന്നത് വിലയും ചോദനവും തമ്മിലുള്ള പരസ്പര ബന്ധമാണ് ചോദന ധർമ്മം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വില കൂടുകയാണെങ്കിൽ ഡിമാൻഡ് കുറയും, വില കുറയുകയാണെങ്കിൽ മറ്റു കാര്യങ്ങളിൽ മാറ്റമില്ലെങ്കിൽ. അപ്പൊ അത് ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് ആയിരിക്കും ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അവിടെ പിന്നെ നോർമൽ ഗുഡ്സും ഇൻഫീരിയർ ഗുഡ്സും കാര്യങ്ങളെ കുറിച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കമ്പോള ചോദനത്തെ കുറിച്ച്, മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് കമ്പോള ചോദന വക്രം, കമ്പോള ചോദന പട്ടിക. ഒരു കമ്പോളത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന വിവിധ വ്യക്തികളുടെ ചോദനം പരസ്പരം കൂട്ടിയാൽ കമ്പോള ചോദന ലഭിക്കും. അപ്പൊ ഒരു മാർക്കറ്റിൽ 5 കൺസ്യൂമേഴ്സ് ഉണ്ട്, എ ബി സി ഡി ഇ. ഇവരൊക്കെ ഒരു വസ്തു വിവിധ വിലക്ക് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അത് ആ ഓരോരുത്തരും ഒരു 10 രൂപക്ക് എ എന്ത് വാങ്ങുന്നു, ബി എന്ത് വാങ്ങുന്നു, സി, അങ്ങനെ എക്സ് എന്ന് പറയുന്ന വസ്തു എ ബി സി ഡി ഇ വാങ്ങിക്കുമ്പോൾ അതെല്ലാം ചേർത്തെടുക്കുമ്പോൾ എക്സിന്റെ കമ്പോള മാർക്കറ്റ് ഡിമാൻഡായി. അങ്ങനെയാണ് അത് പറഞ്ഞു പോകുന്നത്. അത് ശ്രദ്ധിക്കണം. അപ്പൊ ഡിമാൻഡ്, അതിന്റെ വികാസവും സങ്കോചവും ഉണ്ട്. ഡിമാൻഡിന്റെ വികാസവും സങ്കോചം എന്ന് പറഞ്ഞാൽ വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, ഇത് എക്സ്പാൻഷൻ. വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, ഇത് കോൺട്രാക്ഷൻ, സങ്കോചം. അത് ഒരേ ഡിമാൻഡ് കർവിലാണ് അത് കാണിക്കുന്നത്. എന്നാൽ ഡിമാൻഡ് വർധനവും കുറവും ഉണ്ട്, ഇൻക്രീസും ഡിക്രീസും. വിലയല്ല അവിടുത്തെ ഘടകം. വിലയല്ലാത്ത ഒരാളുടെ വരുമാനം കൂടുമ്പോൾ, വില നേരത്തെ ഉള്ള വില തന്നെ, വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കൂടും, ദാറ്റ് ഈസ് ഇൻക്രീസ്. വരുമാനം കുറയുകയാണെങ്കിൽ അയാൾ ഡിമാൻഡ് കുറക്കും, ദാറ്റ് ഈസ് ഡിക്രീസ്, കുറവ് തന്നെ. അപ്പോൾ വ്യത്യസ്ത ഡിമാൻഡ് കർവാണ് ഉണ്ടാവുക. നിലവിലുള്ള ഡിമാൻഡ് കർവിന്റെ വലതുവശത്തേക്ക് പുതിയ ഡിമാൻഡ് കർവ് വരുമ്പോൾ ഇൻക്രീസ്, ഇടതുവശത്തേക്ക് വരികയാണെങ്കിൽ അതിൽ ഡിക്രീസ് എന്നുള്ളത്. പിന്നെ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്, ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, ഈ ഭാഗവും കയറി വരാറുണ്ട്. അപ്പൊ 5 പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, ഇലാസ്റ്റിക്, ഇൻഇലാസ്റ്റിക് ആൻഡ് യൂണിറ്ററി ഇലാസ്റ്റിക്. ഇതാണ് 5 പറയുന്നത്, അല്ലെ. ചോദന ഇലാസ്തികത എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഇലാസ്തികമായ ചോദനം ഉണ്ട്, പൂർണ്ണ ഇലാസ്തിക രഹിത ചോദനം ഉണ്ട്, അതുപോലെ സമ ഇലാസ്തിക ചോദനം യൂണിറ്ററി എന്ന് പറയുന്നത്, പിന്നെ അധിക ഇലാസ്തികത ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്, ദെൻ ന്യൂന ഇലാസ്തികത എന്ന് പറയുന്നത്, ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നതും. അപ്പൊ അതിൻ്റെയൊക്കെ ഡിമാൻഡ് കർവുകൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അപ്പൊ അവിടെയൊക്കെ എന്താണ് അതിന്റെ അളവുകൾ എന്നുള്ളത്, ആ ഡയഗ്രംസ്, ആ ഭാഗങ്ങൾ ഒന്ന് കാര്യമായിട്ട്
ശ്രദ്ധിച്ചു വെക്കണം. കൂടെ ഇലാസ്തികത അളക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ അപ്പോൾ അതിലെ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ്, ആനുപാതിക രീതി എന്ന് പറയുന്നത് അളവിലെ മാറ്റത്തിന്റെ പെർസെന്റേജ് ഡിവൈഡഡ് ബൈ വിലയിലെ മാറ്റത്തിന്റെ പെർസെന്റേജ്, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ആ ഇക്വേഷൻ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. അത് വെച്ചുകൊണ്ട് തന്നെ എന്ത് കണ്ടെത്താൻ പറ്റും? ഒന്നെങ്കിൽ 0 കിട്ടും, അല്ലെങ്കിൽ 1 കിട്ടും, അല്ലെങ്കിൽ 1നും 0ക്കും ഇടയിൽ കിട്ടും. അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. അങ്ങനെ അതിനനുസരിച്ചിട്ടാണ് അവിടെ ഈ വസ്തുവിന്റെ ഇലാസ്റ്റിസിറ്റി എങ്ങനെയാണെന്നുള്ളത് കാണുന്നത്, അല്ലെ? അപ്പൊ ഇതൊക്കെയാണ് ഇലാസ്തികതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും കൂടി നോക്കിക്കഴിയുമ്പോൾ ആ ഒരു ചാപ്റ്റർ അവിടെ അവസാനിക്കും. ഇനി മൂന്നാമത്തെ ഒരു ചാപ്റ്ററാണ് ഉൽപാദനവും ചെലവും. ഇത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ വരുമ്പോൾ അത് നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതിനെ ക്ലാരിഫൈ ചെയ്യും. ഇതൊക്കെ നേരത്തെ ഈ നമ്മുടെ ക്ലാസ് റൂമിൽ ഇതെല്ലാം പൂർണ്ണമായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു ഒഴുക്കൻ മട്ടിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ഇതിന് മുന്നത്തെ +2 പ്ലേലിസ്റ്റ്, നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമിലെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ +2 എക്കണോമിക്സ് എന്ന് പറയുന്നത് മൈക്രോ മാക്രോ എല്ലാ ഭാഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇവിടെ വളരെ ലളിതമായിട്ട് കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ ഓർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പൊ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ഉൽപാദനവും ചെലവും എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. ഉൽപാദന ഘടകങ്ങൾ, അല്ലെ? അതിന്റെ പ്രവർത്തനമാണ് ഉൽപാദനം എന്ന് പറഞ്ഞപ്പോൾ ഭൂമി, തൊഴിലാളി, മൂലധനം, സംഘാടനം, ഇതിനൊക്കെ പ്രതിഫലം കിട്ടും. ഭൂമിക്ക് പാട്ടം കിട്ടും, തൊഴിലാളിക്ക് വേതനം കിട്ടും, മൂലധനത്തിന് പലിശയാണ്, സംഘാടനത്തിന് ലാഭമാണ്. ഇതൊക്കെ റെമ്യൂണറേഷൻസ്. അതുപോലെ ഉൽപാദന ധർമ്മം, പ്രൊഡക്ഷൻ ഫങ്ഷൻസ്, ഉൽപാദന ഘടകങ്ങളും ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ ഉൽപാദന ധർമ്മം എന്ന് പറയും. അപ്പൊ മൊത്തം ഉൽപാദനം, സീമാന്ത ഉൽപാദനം, ശരാശരി ഉൽപാദനം എന്നുള്ളതൊക്കെ അവിടെ മനസ്സിലാക്കി വെക്കണം. പിന്നെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതാണ് വിഭേദക അനുപാത നിയമം, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നത്. ഹ്രസ്വകാലത്തെ ഉൽപാദന ധർമ്മമാണിത്. മറ്റു ഉൽപാദന ഘടകങ്ങൾക്ക് മാറ്റമില്ലാതെ ഒരു ഉൽപാദന ഘടകമെങ്കിലും മാറ്റം വരുത്തി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആദ്യം ഉൽപ്പന്നം കൂടിയ അളവിലും പിന്നീട് കുറഞ്ഞ അളവിലും വർദ്ധിക്കുന്നു, അതിനുശേഷം കുറയുന്നു. അപ്പോ ഉൽപാദന ഘടകങ്ങളിൽ ഒരെണ്ണം മാറാതെ നിൽക്കും, ഫിക്സഡ് ആണ്. മറ്റൊരെണ്ണം ഇങ്ങനെ മാറ്റുന്നു, ഇങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ ആദ്യം കൂടിയ അളവിൽ ഉൽപ്പന്നം കിട്ടും, പിന്നീട് അതിന്റെ അളവ്, ഉൽപ്പന്നം കൂടുതൽ കിട്ടും, പക്ഷെ അതിന്റെ കൂടിയ അളവ് എന്ന് പറയുന്നത് ഇങ്ങനെ കുറയാൻ തുടങ്ങും, ഡിമിനിഷ് ചെയ്യും. പിന്നീട് അത് ഒരു പരിധി കഴിയുമ്പോൾ അത് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവിടെ സീമാന്ത ഉൽപ്പന്നം എന്ന് പറയുന്നത് ഇൻക്രീസിങ്ങും ഡിമിനിഷിങ്ങും പിന്നെ നെഗറ്റീവായി മാറും. അപ്പൊ ആ ഡയഗ്രാംസ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, അങ്ങനെ പറയുന്നതൊക്കെ. ഇനി കോസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ മാർജിനൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, ഇതിന്റെ ഒക്കെ ഡയഗ്രാംസ് പ്രത്യേകം നോക്കണം. ആ ചാപ്റ്ററിൽ വലിയ മാർക്കിനായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ഭാഗമാണ് ഇതിന്റെ കാൽക്കുലേഷൻസ്. ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ്, ടോട്ടൽ പ്രോഡക്റ്റ് എന്നുള്ളതോ, അല്ലെങ്കിൽ കോസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, അതുപോലെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, അങ്ങനെ ആ ഡയഗ്രാംസ്, ഈ പറയുന്ന കാൽക്കുലേഷൻസ് വളരെ പ്രധാനമാണ്. അത് പലപ്പോഴും അവിടെയും ആ ക്വസ്റ്റ്യൻസ് കയറി വരും. കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും പ്ലസ് അതോടൊപ്പം അതിന്റെ ഡയഗ്രാം കൂടി കൊടുക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ 3 ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഏരിയകളാണ് നമ്മൾ പറഞ്ഞത്. 26-ാം തീയതി വരെ സമയമുണ്ട്. അപ്പൊ ഇനി ഇതിൽ ഈ പറഞ്ഞു പോയതിൽ പ്രധാനമായിട്ട് ഏതെങ്കിലും ഭാഗങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇതെല്ലാം വിശദമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് റൂമിൽ അത് ലഭ്യമാണ്. ഈ ക്ലാസ് റൂം പിന്തുടരുന്നവർക്ക് അതൊക്കെ അറിയാവുന്നതാണ്. നിങ്ങളുടെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളിലേക്ക് ഇത് നിങ്ങൾക്ക് ആവശ്യപ്പെടുമെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് കമന്റ് ചെയ്യാനും വിട്ടുപോകരുത്. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ഭാഗവുമായിട്ട് ഈ മൈക്രോയിലെ മറ്റു ചാപ്റ്ററുകളും മാക്രോയിലെ ചാപ്റ്ററുകളും ഒക്കെ ആയിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.